ചെറിയ മരണമാണ് ഉറക്കം. അതിനാൽ എങ്ങനെയാണ് ഉറങ്ങുന്നത്? അങ്ങനെയാണ് മരിക്കുക. എങ്ങനെ ഉറക്കം ക്ലിയറാക്കുക? ഉറക്കം ക്ലിയറാക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ഉറങ്ങുന്നതിന് മുമ്പ് മിസ്വാക്ക് ചെയ്ത് പല്ല് തേച്ച് വുളു ചെയ്യണം. ശരീരത്തിൽ വിയർപ്പോ ചളികളോ ഉണ്ടെങ്കിൽ കുളിക്കണം, ഇല്ലെങ്കിൽ വുളു ചെയ്യണം. വുളു ചെയ്യുമ്പോൾ കൈയിൻ്റെയും കാലിൻ്റെയും അടിഭാഗവും മുഖവും സോപ്പിട്ട് കഴുകണം. ഉറക്കത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിനാവശ്യമായ എനർജികൾ ശരീരത്തിലേക്ക് വരുന്നത് ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങളിലൂടെയാണ്. ശരീരത്തിൻ്റെ വെളുത്ത ഭാഗങ്ങൾ എന്നത് ഒന്ന് മുഖവും, രണ്ട് കൈകളും, മൂന്നാമത്തേത് കാലിൻ്റെ അടിഭാഗവുമാണ്. അതുകൊണ്ട് മുഖവും കൈയിൻ്റെ ഉള്ളനടിയും കാലിൻ്റെ അടിഭാഗവും സോപ്പിട്ട് കഴുകിയിട്ട് വുളു ചെയ്യണം. എന്നിട്ട് വിരിപ്പിൽ വന്നിരുന്നതിന് ശേഷം വിരിപ്പ് ബിസ്മി ചൊല്ലിയിട്ട് 3 പ്രാവശ്യം കൊടയണം. കൊടയാൻ പറ്റാത്ത കട്ടിയുള്ള വിരിപ്പാണെങ്കിൽ മറ്റെന്തെങ്കിലും തുണിയെടുത്തിട്ട് ബിസ്മി ചൊല്ലി 3 തവണ കൊട്ടണം. രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരവേദന ഉണ്ടാകുന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ, വിരിപ്പ് കൊടയാത്തതാണ്. വേറൊരു കാരണം ഇതിനില്ല. കുറേ കാലമായി അസുഖത്തിൽ കിടക്കുന്ന പ്രായമായ ആളുകളുടെ ശരീരം പൊട്ടിമുറിയാകുന്നതിന് ഒരു കാരണമാണുള്ളത്, ഇടയ്ക്കിടെ വിരിപ്പ് മാറ്റാത്തതാണ്. അതാണ് വിരിപ്പിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് 3 പ്രാവശ്യം കുടഞ്ഞ് നിവർത്തി വിരിക്കണം. കുടയാൻ പറ്റൂലെങ്കിൽ വേറൊരു തുണി എടുത്തിട്ട് ബിസ്മില്ലിട്ട് 3 വട്ടം കൊട്ടണം. എന്നിട്ടാ വിരിപ്പിൽ ഇരുന്ന് ഫാത്തിഹ ഒരു തവണ ഓതുക. സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ എല്ലാ ആവശ്യങ്ങൾക്കും ഓതണം. ഫാത്തിഹ നമ്മുടെ കൂടെ പിറപ്പായിരിക്കണം. 4 സമയത്താണ് ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞത് എന്ന് താരീഖിലുണ്ട്. 1 ഹീന ലുഇന, സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെ ശുയിപ്പാക്കിയതിന് അള്ളാഹു ഇബ്ലീസിനെ ലഅനത്ത് ചെയ്തു, അപ്പോൾ കരഞ്ഞു. 2-മത്തേത് ഹീന ഹുബിത, സ്വർഗത്തിൽ നിന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ പുറത്താക്കിയപ്പോൾ കരഞ്ഞു. 3-മത്തേത് ഹീന ഉലിദ, റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ച സുബ്ഹിയോട് ചേർന്ന സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞു. 4-മത്തേത് ഹീന നുസില, ഫാത്തിഹ സൂറത്തിറങ്ങിയപ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി ഇബ്ലീസ് കരഞ്ഞു. അങ്ങനെയാണ് 4 തവണയാണ് കരഞ്ഞിട്ടുള്ളത് എന്നാണ്. ആകെ 4 പ്രാവശ്യം നിലവിളിച്ചിട്ടുള്ളൂ. അത് ഈ 4 സന്ദർഭമാണ്. അതുകൊണ്ട് ഫാത്തിഹ സൂറത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉറങ്ങാൻ ചെല്ലുമ്പോൾ ഒരു ഫാത്തിഹ ഓതുക. എപ്പോഴും ഫാത്തിഹ വേണം കേട്ടോ. നമ്മൾ ഏത് കാര്യത്തിനും ഒരു ഫാത്തിഹ ഓതണം. അത് വളരെ നല്ല കാര്യമാണ്. ഏത് പ്രധാനപ്പെട്ട സഹസ്രങ്ങൾ നോക്കിക്കോളി, എല്ലാ വർത്താനം പറയും. അവസാനം അൽ ഫാത്തിഹ എന്നാരെങ്കിലും പറഞ്ഞാൽ 2 എണ്ണം അപ്പം എല്ലാം പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയുണ്ടാവും. പ്രധാനപ്പെട്ട സഹസ്രങ്ങളൊക്കെ നോക്കുകൊണ്ടു. അൽ ഫാത്തിഹ ഇബ്ലീസ് കരഞ്ഞ സാധനമാണ്. ഫാത്തിഹ ഇറങ്ങിയപ്പോഴാണ് നൊലോളിച്ചിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് നൊലോളി വരും ഫാത്തിഹ പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മളെപ്പോഴും ജീവിതത്തിൽ ഫാത്തിഹ കൊണ്ട് നടക്കണം. അപ്പോൾ 1 ഫാത്തിഹ ഓതുക, ഒരു ഫാത്തിഹ. പിന്നെ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. പിന്നൊരു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക. പിന്നൊരു ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ഊതിയിട്ട് തല മുതൽ കാല് വരെ മൊത്തത്തിലൊന്നിങ്ങനെ തടവുക. എത്തുന്ന സ്ഥലത്തൊക്കെ തടവുക. ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് തല മുതൽ കാല് വരെ മൊത്തത്തിൽ ഇങ്ങനെ തടവുക. 3-ാം പ്രാവശ്യം ഒന്നും കൂടിയും ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് തല മുതൽ കാല് വരെ തടവുക. പിന്നെ ഒരായത്തുൽ കുർസി ഓതുക. പിന്നെ സുബ്ഹാനല്ലാഹ് 33. ഞാൻ അത് പറയുമ്പോൾ കുറേ നേരം ഉണ്ടെങ്കിലും ചെയ്യാനൊക്കെ കൂടി 5 മിനിറ്റ് വേണ്ട കേട്ടോ. പറയുമ്പോൾ അങ്ങനെ വിശദമായിട്ട് പറയായതുകൊണ്ട് അങ്ങനെ തോന്നുന്ന സമയം എന്നുള്ളൂ. ഇതൊക്കെ കൂടി ചെയ്യാൻ ആകെ 5 മിനിറ്റാണ്.
സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പുന്നാരമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പ്രത്യേകം നിർദ്ദേശിച്ചതാണ്. ആസുകല്ല് പിടിച്ചിട്ട് കൈ പൊട്ടിമുറിയായിട്ട് അപ്പോൾ ഫാത്തിമ ബീവി അറിഞ്ഞു, യുദ്ധത്തിൽ തടവുകാരായി കിട്ടിയ അടിമകളെ എല്ലാവർക്കും വീട്ടുജോലിക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് എന്ന് ഫാത്തിമാക്ക് തോന്നി. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കല്ലേ, ഒന്നെനിക്കും കിട്ടിയാൽ തിരക്കടില്ല, കയ്യൊക്കെ ആകെ പൊട്ടിയിട്ടുണ്ടല്ലോ. മുത്തുനബിനെ കാണാൻ വേണ്ടി ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി തങ്ങൾ പള്ളിയിലാണ്. ഇളയമ്മയാണ് അവിടെ ഉള്ളത്, ആയിഷ ബീവി. ഇളയമ്മാട് പറഞ്ഞു, ഇളയമ്മ അങ്ങോട്ടൊക്കെയാണ് എൻ്റെ കൈ ആകെ പൊട്ടി മുറിയായിട്ടുണ്ട്. വാപ്പ എല്ലാവർക്കും വീട്ടുജോലിക്ക് അടിമകളെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടു. എനിക്കും ഒരടിമനെ തരാൻ പറയുണ്ടൂ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഫാത്തിമ മോള് വന്നിരുന്നു, കൈയൊക്കെ ആകെ മുറിയായിട്ടുണ്ട്, എല്ലാവർക്കും ഫ്രീ ആയി അടിമകളെ വിതരണം ചെയ്യുന്നുണ്ട്, ഫാത്തിമാക്കും ഒരടിമയെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചിടാൻ വേണ്ടി ഒരുങ്ങിയുന്ന കുപ്പായം അങ്ങനെ തന്നെ ഇട്ടിട്ട് അലിയാരും ഫാത്തിമ ബീവിയും താമസിക്കുന്ന വീട്ടിൽ പോയി. രണ്ടാളും കടന്നിട്ടുണ്ട് കട്ടിലുമേ. തലൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചു, ഫാത്തിമ മോള് വീട്ടിൽ വന്നിരുന്നില്ലേ, വീട്ടു ജോലി ചെയ്തിട്ട് കൈയൊക്കെ പൊട്ടിമുറിയായിട്ടുണ്ടല്ലേ, മോളെ ഒരടിമ സ്ത്രീയെ അല്ലെങ്കിൽ ഒരടിമയെ കിട്ടിയാൽ തരക്കടില്ല എന്ന് ഈ പറഞ്ഞില്ലേ, ബാപ്പാൻ്റെ മോൾക്ക് അതിനേക്കാൾ ഖൈറായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഏതിനേക്കാൾ? വീട്ടു ജോലിക്ക് അടിമയെ കിട്ടുന്നതിനേക്കാൾ ഖൈറായ കാര്യം. നല്ലോണം ശ്രദ്ധിക്കണം. ഇതാറത്തി മൽജാക്കി, ഫാത്തിമ നീ ഉറങ്ങാൻ ഉദ്ദേശിച്ചാൽ ഫഖൂലി നീ പറയുക സുബ്ഹാനല്ലാഹ് സലാസം വസലാസീൻ 33 സുബ്ഹാനല്ലാഹ്, വഖൂലി അൽഹംദുലില്ലാഹ് സലാസം വസലാസീൻ 33 അൽഹംദുലില്ലാഹ്, വഖൂലി അല്ലാഹു അക്ബർ 40 വസലാസീൻ 34 അല്ലാഹു അക്ബർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോള് ഫാത്തിമ ബീവി വീട്ടത്തെ ജോലി ചെയ്തിട്ട് കൈ പൊട്ടി മുറിയായിട്ട് അടിമനെ ചോദിക്കാൻ ചെന്നപ്പോൾ വീട്ടു ജോലിക്ക് അടിമയെ തരുന്നതിനേക്കാൾ ഖൈറായത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞാണ്ട് പറഞ്ഞു കൊടുത്ത ദിക്റ്. എന്താ അതിൻ്റെ രഹസ്യം? ഉറങ്ങാൻ ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് 33 അല്ലാഹു അക്ബർ 34 പതിവാക്കിയാൽ വീട്ടുജോലിക്ക് ആളെ വെക്കേണ്ടി വരൂല. അതാ രഹസ്യം. ഇന്ന് പെരേത്തെ പണി നനച്ചുള്ളിയുള്ളപ്പോൾ ശാപമാസം നനച്ചുള്ളിയാണ്, ആളെ വെച്ചു. എന്തേ കാര്യം? വെഞ്ച തണ്ടൽ വേദന. എന്തേ? സുബ്ഹാനല്ലാഹ് ഇല്ല, അൽഹംദുലില്ലാഹ് ഇല്ല, അല്ലാഹു അക്ബർ ഇല്ല. ഫാത്തിമ മോള് വീട്ടുജോലിക്ക് ആളെ ചോദിച്ചപ്പോൾ അതിനേക്കാൾ ഹൈറായത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ്. എത്രയപ്പോൾ ഇതിനൊക്കെ കൂടി നേരം വേണ്ടത്? ആകെ 5 മിനിറ്റ്. സുബ്ഹാനല്ലാഹ് 33 അല്ല, അൽഹംദുലില്ലാഹ് 33 അല്ല, അല്ലാഹു അക്ബർ 34 അല്ല. എന്നിട്ട് ബിസ്മി ചൊല്ലിയിട്ട് കിടക്കുക. കിടന്നതിന് ശേഷം സംസാരിക്കാതിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഉറങ്ങുക. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. 1, ഉറങ്ങുന്നവൻ്റെ ദിക്റ് ഉറക്കത്തിൽ മുറിയൂല, ഉണർച്ചയിലാണ് മുറിയുക. 2, ഉറങ്ങുന്നവൻ്റെ ഉളൂ ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഉറങ്ങുന്നവൻ്റെ ഉളൂ ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയുക. ഒരാൾ ഒതുണ്ടാക്കിയാണ്ട് ഉറങ്ങി, ആ ഒതു എപ്പോഴാണ് മുറിയുക? ഉണരുമ്പോഴാണ് മുറിയുക. അല്ലാതെ ഉറക്കത്തിൽ കീഴുവായുവായ ഒതു മുറിയില്ല. ഉറക്കത്തിൽ ആവറത്തുമ്പോൾ തൊട്ടാലും മുറിയില്ല, ഉണരുമ്പോൾ മുറിയും. ഉണരുന്നത് വരെയും മുറിയില്ല. നമ്മൾ മയ്യത്തിന് ഒതുണ്ടാക്കി കൊടുക്കുമല്ലോ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒതുണ്ടാക്കി കൊടുക്കുമല്ലോ. മയ്യത്ത് ഒതുണ്ടാക്കിയതിന് ശേഷം മയ്യത്തിൻ്റെ ആവറത്ത് തൊട്ടാൽ രണ്ടാമത് ഒതുണ്ടാക്കണ്ട. മയ്യത്തിൽ നിന്ന് മൂത്രമോ അല്ലെങ്കിൽ മറ്റോ വന്നാലും ഒതുണ്ടാക്കണ്ട. എന്താ കാരണം?
മയ്യത്തിൻ്റെ ഒതു മുറിയില്ല. എന്താ മുറിയാതിരിക്കാൻ കാരണം? മയ്യത്ത് ഉണരുന്നില്ല എന്നതാണ് കാരണം. ഉറങ്ങുന്നവൻ്റെ ഒതു ഉറക്കത്തിലല്ല മുറിയുന്നത്, ഉണരുമ്പോഴാണ്. അതിനാൽ ഒതു ഉണ്ടാക്കി ഉറങ്ങിയാൽ ഉണരുന്നത് വരെയും അവൻ ഒതുവിലായിരിക്കും. അതാണ് ഗുണം. ആ ഉറക്കത്തിൽ അവൻ മരണപ്പെട്ടാൽ ഒതുവോടുകൂടെയായിരിക്കും ഈ ദുനിയാവിൽ നിന്ന് യാത്ര പറയുന്നത്. ഇതുപോലെ ഉറങ്ങുന്നവൻ്റെ ദിക്ർ ഉറക്കത്തിൽ മുറിയില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്.